ബദിഉ സമാൻ അൽ ഹമദാനിയും അതുപോലെ തന്നെ അബു ത്വയ്യിബ് അൽ മുത്തനബിയും ഒരു വിഷയത്തിൽ സാമ്യതയുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എഡുമേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UGC നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഒരുപാട് തയ്യാറാകുന്നവരാണ്. ഒരുപക്ഷെ നമ്മൾ സിലബസ് മുഴുവനും കവർ ചെയ്തവരാകാം. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ചില ഇമ്പോർട്ടൻ്റ് വിവരങ്ങളും ഇൻഫോർമേഷൻസും നമ്മൾ ഒരുപാട് ഇമ്പോർട്ടൻ്റായ പോയിൻറ്റുകളും നമ്മളധികവും ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. അവയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ഇൻഫോർമേഷനാണ് നിങ്ങളുമായി ഈ വീഡിയോയിലൂടെ ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ബദിഉ സമാൻ അൽ ഹമദാനിയെയും അബു ത്വയ്യിബ് അൽ മുത്തനബിയെയും നമ്മൾ വായിച്ചവരാണ്, ഒരുപാട് പരിചയപ്പെട്ടവരാണ്, അവരുടെ ഒരുപാട് സാഹിത്യ ശകലങ്ങൾ നമ്മൾ മനസ്സിലാക്കിയവരാണ്. ബദിഉ സമാൻ അൽ ഹമദാനി മഖാമാത്തിൽ പ്രശസ്തനാകുമ്പോൾ അബു ത്വയ്യിബ് അൽ മുത്തനബി കവിതയിൽ ഷിഅറിൽ വല്ലാത്ത ഖ്യാതി നേടിയ ആളാണെന്ന് നമുക്കറിയാവുന്നതാണ്. എന്നാൽ ബദിഉ സമാൻ അൽ ഹമദാനിയും അതുപോലെ തന്നെ അബു ത്വയ്യിബ് അൽ മുത്തനബിയും ഒരു വിഷയത്തിൽ സാമ്യതയുണ്ട്. ആ സാമ്യത എന്താണെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. മുഴുവൻ വീഡിയോയും നിങ്ങൾ കാണുക, ശ്രദ്ധിക്കുക. ബദിഉ സമാൻ അൽ ഹമദാനിയെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഈ ഒരു പരിചയപ്പെടലിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ബേസിക് വിവരങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ വിവരങ്ങളിൽ ചിലത് അബു ത്വയ്യിബ് അൽ മുത്തനബിയോട് സാമ്യതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹം 969 AD 969 ജനിക്കുന്നു. 1008 അദ്ദേഹം മരണമടയുന്നത്. ഹിജറ വർഷം 358 to 395 കാലയളവിലാണ് ബദിഉ സമാൻ അൽ ഹമദാനി ജീവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് ബിനുൽ ഹുസൈൻ ഇബ്നു യഹ്യ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അബ്ബാസിയ കാലഘട്ടത്തിൽ ജീവിച്ച പ്രഗത്ഭരായ പ്രശസ്തരായ സാഹിത്യകാരന്മാരിൽ ഒരാളാണ് ബദിഉ സമാൻ അൽ ഹമദാനി. അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് അബുൽ ഫളി എന്നാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത്. അദ്ദേഹത്തിൻ്റെ കബീല തഗ്ലബ് ഗോത്രക്കാരനാണ് അദ്ദേഹം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം ജനിക്കുന്നത് ഇറാനിലെ പ്രശസ്തമായ ഹമദാൻ എന്ന് പറയുന്ന പട്ടണത്തിലാണ്. അദ്ദേഹം മരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഹറാത്ത് എന്ന് പറയുന്ന നഗരത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ മേഖല നമ്മൾ മനസ്സിലാക്കിയതുപോലെ മഖാമാത്താണ്. ഫന്നുൽ മഖാമാത്തിൻ്റെ സ്ഥാപകനായിട്ട് കൂടെ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. മഖാമാത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാഹിത്യ ശകലമാണ്. സജഅൊക്കെ ഒപ്പിച്ച് നല്ല ഒരേ പ്രാസത്തിൽ അവസാനിക്കുന്ന നല്ല രസകരമായ ഒരു തരം നഥർ ആണ് മഖാമാത്ത്. നല്ല അഴകുള്ള വായനകൾക്ക് അല്ലെങ്കിൽ അഴകുള്ള എഴുത്തുകളാണ് ഈ മഖാമാത്തിൽ അധികവും ഉണ്ടാകുക. ഈസ ബിൻ ഹിഷാം എന്ന് പറയുന്ന ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മഖാമാത്തുകൾ മുഴുവനും പോകുന്നത്. ഒരു തരത്തിലൊരു മസ്റഹിയയുടെ ഒരു പുരാതന വേർഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് മഖാമാത്തിനെ പറയാം. മഖാമാത്തിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് വരും വീഡിയോകളിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പരിചയപ്പെടാമെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈസ ബിൻ ഹിഷാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ മഖാമാത്തുകളെ റിവായത്ത് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നതായിട്ടാണ് അദ്ദേഹം മഖാമാത്തുകളെ കൊണ്ടുപോകുന്നത്. ആ ഒരു കഥ അല്ലെങ്കിൽ ഒരു ചിത്രീകരണത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ മഖാമാത്തുകളിൽ മുഴുവനും ഒരു ഹീറോ ആയിട്ട് ബത്തുലായിട്ട് കൊണ്ടുവരുന്നത് അദ്ദേഹം അബുൽ ഫത്ഹ് അൽ ഇസ്കന്ദരി എന്ന് പറയുന്ന ഒരു അലക്സാൻഡ്രിയക്കാരനെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ബത്തലായിട്ട് ഹീറോയായിട്ട് അദ്ദേഹത്തിൻ്റെ മഖാമാത്തിൽ അവതരിപ്പിക്കുന്നത്. ബദിഉ സമാൻ അൽ ഹമദാനിയെ കുറിച്ചിട്ടുള്ള ബേസിക് വിവരങ്ങളാണിത്. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അബു ത്വയ്യിബ് അൽ മുത്തനബിയെ കുറിച്ച് നോക്കാം. അബു ത്വയ്യിബ് അൽ മുത്തനബി, അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ഇൻഫോർമേഷൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. അബു ത്വയ്യിബ് എന്നത് അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്താണ്, മുത്തനബി എന്നത് അദ്ദേഹത്തിൻ്റെ ലഖബാണ്.
അപ്പോൾ 915 അദ്ദേഹം ജനിക്കുന്നത്. 965 AD അദ്ദേഹം മരിക്കുന്നത്. 303 to 354 വർഷമാണ് അദ്ദേഹം ഹിജ്റ വർഷപ്രകാരം 303 to 354 കാലയളവിലാണത്. വളരെ ചുരുങ്ങിയ കാലയളവിലാണ് അദ്ദേഹം ജീവിതം കഴിച്ചു കൂട്ടിയത് എന്നാണ് നമുക്കിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 50 വർഷത്തോളം മാത്രമാണ് അബു ത്വയ്യിബ് അൽ മുത്തനബി ജീവിക്കുന്നത്. ആ ഒരു കാലയളവിലാണ് അദ്ദേഹത്തിൻ്റെ പേര് ലോകത്ത് മുഴുവനും പ്രശസ്തമാകാൻ കാരണമായ ഒരുപാട് സാഹിത്യ സംഭാവനകൾ, കവിതകളിൽ അദ്ദേഹം ലോകത്തിന് നൽകിയത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ നമ്മൾ ഹമദാനിയുമായിട്ട് ചില സാമ്യതകളുണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാണ് ദൗലത്തുൽ അബ്ബാസിയ കാലഘട്ടത്തിൽ തന്നെയാണ് അബു ത്വയ്യിബ് അൽ മുത്തനബിയും ജീവിക്കുന്നത്. എന്നാൽ ഇതല്ല നമ്മൾ പറയാൻ പോകുന്ന സാമ്യത. അദ്ദേഹത്തിൻ്റെ പേര് അഹ്മദ് ബിൻ അൽ ഹുസൈൻ അബ്ദുൽ ജബ്ബാർ എന്നാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുഞ്ഞത്ത് അബു ത്വയ്യിബ് എന്നാണ്, ലഖബ് മുത്തനബി എന്നാണ്. അങ്ങനെ ഒരു ലഖബ് അദ്ദേഹത്തിന് വരാൻ കാരണം അദ്ദേഹം ഹിജ്റ 323 വർഷം അഥവാ കൃത്യം 20 വർഷം അദ്ദേഹത്തിൻ്റെ വയസ്സിൽ ഷാമിൽ വെച്ചിട്ട് അദ്ദേഹം പ്രവാചകത്വം വാദിച്ചു. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അന്ത്യപ്രവാചകൻ. പക്ഷേ അദ്ദേഹം ഒരു പ്രവാചകനാണ് എന്ന് സ്വയം വാദിക്കുകയും അങ്ങനെ മുത്തനബി എന്ന് പറയുന്ന ഒരു ലഖബ് അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ ഒരു ലഖബിലാണ് പിന്നീട് അദ്ദേഹം പ്രസിദ്ധമായി അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിക്കുന്നത് കൂഫയിലെ കിന്ദ എന്ന് പറയുന്ന പ്രദേശത്താണ്. അദ്ദേഹം മരിക്കുന്നത് കൂഫയിൽ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലയളവിൽ, ഈ ഒരു 50 വർഷ കാലയളവിൽ ഒരുപാട് ഖലീഫമാരെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ഖലീഫമാരെ അദ്ദേഹം കാണുന്നുണ്ട്. സൈഫുദ്ദൗല എന്ന് പറയുന്ന ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ കവിതകൾ കേട്ട് അത്ഭുതപ്പെടുകയും സൈഫുദ്ദൗലയുടെ കീഴിൽ അദ്ദേഹം 9 വർഷം അദ്ദേഹത്തെ താമസിപ്പിക്കുകയും ചെയ്തു. ആ ഒരു കാലയളവാണ് 948 to 957. പിന്നെ ഈ ഒരു സമയത്ത് അദ്ദേഹം ജയിലിൽ ഒരുപാട് പോകുന്നുണ്ട്. അങ്ങനെ കാഫൂർ ലക്ഷദി എന്ന് പറയുന്ന ഒരു ഖലീഫയുമായിട്ട് അദ്ദേഹം കണ്ടുമുട്ടുകയും ഒരുപാട് കവിതകളും ഫഖറും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ അൽദുദ്ദൗല എന്ന് പറയുന്ന ചക്രവർത്തിയുമായിട്ട് കാണുകയും ഒരുപാട് പ്രശ്നങ്ങളും കവിതകളും ഒക്കെ അവിടെയും സംഭവിക്കുന്നുണ്ട്. ഏതായാലും ഫാത്തിഖുൽ അസദി എന്ന് പറയുന്ന ഫാത്തിഖ് ബിനു അബി ജഹൽ അൽ അസ്ദി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്. അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മകൻ മുഹമ്മദിനെയും ഒരുമിച്ചാണ് ഈ ഫാത്തിഖുൽ അസദി കൊല്ലുന്നത്. ഏതായാലും അബുൽ അല അൽ മാരി എന്ന് പറയുന്ന പ്രസിദ്ധ സാഹിത്യകാരൻ ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ചിട്ട് ഒരു കോട്ടിംഗ് നടത്തിയിട്ടുണ്ട്. അബൂ തമാം വൽ മുത്തനബി ഹക്കീമാനി വ ഇന്നമ ശാഇറു അൽ ബുഹ്തുരി. അബൂ തമാമും മുത്തനബിയും ഹിക്മത്തുള്ള നല്ല യുക്തിഭദ്രമായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഹക്കീമുകളാണ്. കവി എന്ന് പറയുന്നത് ബുഹ്തുരിയാണ് എന്ന് അബുൽ അല അൽ മാരി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് അബു ത്വയ്യിബ് അൽ മുത്തനബിയെ കുറിച്ചും അതുപോലെ തന്നെ ബദിഉ സമാൻ അൽ ഹമദാനിയെ കുറിച്ചും ഷോർട്ടാക്കി മനസ്സിലാക്കി. ഈ ഒരു വിഷയത്തിൽ ചില സാമ്യതകൾ അബു ത്വയ്യിബ് അൽ മുത്തനബിയിലും ബദിഉ സമാൻ അൽ ഹമദാനിയിലും നമ്മൾ കണ്ടു. അതിലൊന്നാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ രണ്ടുപേരും അബ്ബാസിയ കാലഘട്ടത്തിലാണ് ജീവിച്ചത് എന്ന്. എന്നാൽ യഥാർത്ഥത്തിൽ ഹമദാനിയുടെയും മുത്തനബിയുടെയും പേര് ഒന്ന് തന്നെയാണ്. അഹ്മദ് ബിൻ അൽ ഹുസൈൻ എന്നാണ് രണ്ടുപേരുടെയും യഥാർത്ഥ നാമം. അഹ്മദ് കാമിലായ പരിപൂർണമായ നാമം അഹ്മദ് ബിൻ അൽ ഹുസൈൻ ബിനു യഹ്യ അത്തന്നൂഖി എന്നാണ് ഹമദാനിയുടെ. അഹ്മദ് ബിൻ അൽ ഹുസൈൻ ബിനു അബ്ദുൽ ജബ്ബാർ അൽ ജഅഫി എന്നാണ് മുത്തനബിയുടെ പേര്. ഇതാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ നൽകാൻ ഉദ്ദേശിച്ച ഇൻഫർമേഷൻ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻഷാ അള്ളാഹ് അടുത്ത വീഡിയോയുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.